ഹലോ, നമസ്കാരം. നമുക്ക് ത്രികോണങ്ങളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ത്രികോണങ്ങൾ എന്ന് ചിന്തിക്കാം. 3 വശങ്ങളോട് കൂടിയ അടഞ്ഞ രൂപത്തെയാണ് നമ്മൾ ത്രികോണങ്ങൾ എന്ന് വിളിക്കാറ്. ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ 3 കോണുകളുമുണ്ട്. ഈ കോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും, നോക്കാം. ഈ 3 കോണുകൾ അഥവാ 3 ആന്തര കോണുകളുടെ തുക എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. പ്രത്യേകം ഓർത്ത് വെക്കുക. ഇപ്പോൾ ബാഹ്യകോണുകളുടെ തുകയോ, ബാഹ്യകോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. നമുക്ക് നോക്കാം. കണ്ടില്ലേ ത്രികോണം? ഈ ത്രികോണത്തിലെ എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതേപോലെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. എ ബി സിനെയാണ് നമ്മൾ ആന്തരകോണുകൾ, ഇന്റേണൽ ആംഗിൾസ് എന്ന് പറയും. എക്സ് വൈ സെഡ് ഒക്കെ ബാഹ്യ കോണുകൾ, എക്സ്റ്റേണൽ ആംഗിൾസ് എന്ന് പറയും. ഇനി ഏതൊക്കെ വിധം ത്രികോണങ്ങളുണ്ട്? അത് വശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് 3 വിധമുള്ളത്. ഒന്നാമത് വിഷമഭുജ ത്രികോണം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികളോട് ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ അവർ പെൻസിലും സ്കെയില് റൂളറൊക്കെ വെച്ചിട്ട് 3 വരയൊക്കെ വരച്ച് അങ്ങോട്ട് ത്രികോണം ഉണ്ടാക്കും. ഒട്ടുമിക്കതും വിഷമഭുജ ത്രികോണം, അതായത് 3 വശങ്ങളും വ്യത്യസ്ത അളവ് ഉണ്ടെങ്കിൽ അതിനെ പറയാം വിഷമഭുജ ത്രികോണം അഥവാ സ്കെയിലിംഗ് ട്രയാങ്കിൾ. ഇനി മറ്റൊന്ന്, 3 വശങ്ങളും തുല്യമായിട്ടും വരയ്ക്കാം. 3 വശം തുല്യമായാൽ അതിനെ പറയുക ഈക്വലേറ്റർ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്നാണ്. നോക്കാം. ഇത്തരം ട്രയാങ്കിളാണ് സമഭുജ ത്രികോണം. അപ്പം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആന്തരകോണുകൾ ഓരോന്നും 60 ഡിഗ്രി വീതമായിരിക്കും. കാരണം സമഭുജ ആയതുകൊണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പം ഇത്തരം ത്രികോണങ്ങളുടെ ഓരോ കോണും 60 ഡിഗ്രിയാണ്. ഇനി അടുത്തത് സമപാർശ്വ ത്രികോണം. ഉണ്ടാവും. ഇതിൻ്റെ ഈ 2 വശങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് പാദകോണുകൾ തുല്യമായിരിക്കും. ഇതിനെ പറയാം ഐസോസിൽസ് ട്രയാങ്കിൾ എന്നാണ്. ഇനി മറ്റൊന്നുള്ളത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. അതായത് ഒരു കോണ് 90 ഡിഗ്രി ആവണം. എന്നാൽ അതിൻ്റെ പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി മറ്റൊരു തരം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 2 വശങ്ങളും തുല്യമായിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിൻ്റെ പേരാണ് സമപാർശ്വ മട്ടത്രികോണം. ഈ 2 കോണുകൾ തുല്യമായതുകൊണ്ട് അത് 45 ഡിഗ്രി വീതമായിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായി. ഇപ്പോഴൊരു ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്, അതുപോലെ 3 കോണുകളുണ്ട്. ഇപ്പോൾ വശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് 3 ആയിട്ട് തരംതിരിക്കാം. സമഭുജം, സമപാർശ്വം, വിഷമഭുജം. കോണുകളെ അടിസ്ഥാനമാക്കിയിട്ടും 3 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് മട്ടത്രികോണം, മറ്റൊന്ന് ന്യൂനത്രികോണം. എന്താ ഈ ന്യൂനത്രികോണം?
90 ഡിഗ്രിയിൽ കുറവായിരിക്കും അതിൻ്റെ കോണുകളൊക്കെ. പിന്നെ ഏതെങ്കിലും ഒരു കോണ് 90 ഡിഗ്രിയിൽ കൂടിയാൽ അതിൻ്റെ പേര് ബൃഹത് ത്രികോണം എന്നാണ്. അപ്പം ഈ ന്യൂന ത്രികോണത്തിന് അക്യൂട്ട് ട്രയാങ്കിൾ എന്നും ബൃഹത് ത്രികോണത്തിന് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്നും പറയും. പിന്നെ മട്ടത്രികോണത്തിന് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ മട്ടത്രികോണം ചില്ലറക്കാരനൊന്നുമില്ല. ഈ മട്ടത്രികോണത്തിന് കർണം, പാദം, ലംബം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പൈതഗോറസ് സിദ്ധാന്തമുണ്ട്. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ കൂട്ടണം ലംബം സ്ക്വയർ. പിന്നെ ട്രിഗണോമെട്രി എന്നൊരു വലിയ ഗണിതശാസ്ത്ര ശാഖ തന്നെ ഈ മട്ടത്രികോണത്തിന് അടിസ്ഥാനമായിട്ടുണ്ട്. അങ്ങനെയാണ് സൈൻ, കോസ്, ടാൻ എന്നീ ആശയങ്ങൾ കൊണ്ടുവരും. അതിൻ്റെ മുകളിൽ ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1, 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു സീക്കൻ സ്ക്വയർ എ, ടാൻ എ ഈസ് ഈക്വൽ ടു സൈൻ എ ബൈ കോസ്. ഇങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട്. സൈൻ 2a ഈസ് ഈക്വൽ ടു 2 സൈൻ എ കോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് ഈ മട്ടത്രികോണത്തിൽ നിന്നാണ്. അപ്പോൾ ഏകദേശം ത്രികോണം എന്നാൽ എന്ത് എന്ന ആശയം കൈവന്നിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ് കൂടുതലായിട്ട് ഈ ട്രയാങ്കിൾസിനെ പറ്റി പഠിക്കാം. ഓക്കെ.